ഖമാനസർ പടക്കം പൊട്ടിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് റിസൾട്ട് ആയിരുന്നെങ്കിലാണ് അവർ പൊട്ടിക്കാതിരിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് എല്ലാ തവണയും ഉണ്ടല്ലോ, ഓരോ തവണ ഇത് വരുമ്പോഴും ആ ഒരു സന്തോഷം അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ് അത്. അത് അവര് അതായത് വംശഹത്യയുടെ ഇരകൾ. അപ്പൊ ആരാ ജയിച്ചേ? ഞങ്ങളാ ജയിച്ചേ. വംശഹത്യയുടെ ഇരകളാണ്, പക്ഷെ ഞങ്ങളാണ് ജയിച്ചത്. കാരണം എന്താണ്? അത്രയ്ക്ക് അങ്ങോട്ട് വംശഹത്യ നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അവർ അങ്ങനെ അങ്ങോട്ട് വംശഹത്യക്ക് അവർ വിജയിച്ചിട്ടില്ല. അത്രയും പേരെ കൊന്നിട്ടുള്ളൂ. അല്ലെ അത്രയും ഇസ്രായേലിന്റെ അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ന്യൂക്ലിയർ ആയുധം ഉണ്ടായിരുന്നു, ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തി, ഒന്നാമത്തെ സൈനിക ശക്തി, നാലാമത്തെ സൈനിക ശക്തി. ഈ സാധനം ഒന്നും എടുത്ത് ഉപയോഗിക്കരുതെന്നല്ലേ നിങ്ങൾ പറയുന്നത്? കയ്യിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാം. സൈനിക ശക്തി ഇത്രയുണ്ട്. ഗാസ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥലം? 365 സ്ക്വയർ കിലോമീറ്റർ ആണ്. അവിടെ ഈ പാലിൽ നിന്ന് വെള്ളം മാറി ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് പോലെ ഒരു പണ്ട് ഈ ഹംസത്തെ കുറിച്ച്, അരയന്നത്തെ കുറിച്ചൊരു മിത്തിക്കൽ കഥയുണ്ട്. അതായത് അരയന്നം വെള്ളത്തിൽ നിന്ന് പാല് വേർതിരിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കളവാണ് അത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ വേണം ഇസ്രായേലി സൈന്യം ആളിനെ കൊല്ലാൻ. അതായത് ഇതിലെ കൊതുകിനെ പിടിച്ചിട്ട് അതിന്റെ കൊമ്പ് മാത്രം പിടിച്ചൊടിച്ച് വിടണം, അല്ലാതെ മൊത്തത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള വേറെ ജീവികളും മരിക്കും എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വംശഹത്യ തുടങ്ങി വെച്ചത് അത് നമ്മളാണ്. അവസാനിപ്പിക്കാൻ ബന്ദികളെ വിട്ട അത് നമ്മൾ വിട്ടു. പിന്നെ കുറെ കെട്ടിടങ്ങൾ പോയി, നാശം ഉണ്ടായി, മനുഷ്യർ മരിച്ചു. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെയും വിജയിച്ചു. കാരണം ഞങ്ങളുടെ ഈ പാലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് കൂടുതൽ രാജ്യങ്ങൾ UN ജനറൽ അസംബ്ലിയിൽ വോട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും ഈ ഒരു കൊച്ചു സ്ഥലത്തെ കുറിച്ച് ഇരുന്ന് സംസാരിച്ചു. എന്താണ് അതിന്റെ കാര്യം? അത് ഞങ്ങളിങ്ങനെ ഇതിന്റെ പുറകിലായിരുന്നല്ലോ. ഞങ്ങൾ ഇതിനെ കുറിച്ചാണല്ലോ ഇങ്ങനെ സംസാരിച്ചത്. ഞങ്ങൾ അങ്ങനെ അതുകൊണ്ട് ലോകം മുഴുവൻ ഇതാണ് പ്രധാനം. യുക്രൈൻ റഷ്യ വാറൊക്കെ പുറകോട്ട് പോയി. പിന്നെ സുഡാനിലെ പ്രശ്നമൊന്നും ആരും സംസാരിക്കുന്നില്ല. എത്യോപ്യയിലെ ടാൻസാനിയയിലെ പ്രശ്നം ആരും സംസാരിക്കുന്നില്ല. പിന്നെ യമനിലെ പ്രശ്നമൊന്നും ആരും മിണ്ടുന്നേ ഇല്ല. പിന്നെ സിറിയയിലെ പ്രശ്നങ്ങളും ആർക്കൊരു പ്രശ്നമല്ല. പിന്നെ ബാക്കി 10-30 എടുത്ത് വേറെ നടക്കുന്നുണ്ട്. ഇതൊന്നും ആരും പറയുന്നില്ല. ഞങ്ങളുടെ ഈ പ്രശ്നം മാത്രമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെന്താ കാരണം? അത് അതെ, നിങ്ങളുടെ ഗോത്രീയത, മതവെറി, സങ്കുചിതത്വം, കമ്മ്യൂണലിസം, അത് കാരണം നിങ്ങൾ ഇത് ഇങ്ങനെ പെരുപ്പിച്ചുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ ഇവിടെ ജനാധിപത്യ സമൂഹങ്ങളിൽ ഭരണാധികാരികളെയും പാർട്ടികളെയും നിങ്ങൾ നടുവളച്ച് നടു റോഡിലൂടെ നടത്തിക്കുന്നു. അതൊക്കെ പൊളിറ്റിക്സ്. അതല്ല ഉള്ളു. ബാക്കി എന്താണ് നിങ്ങളുടെ നേട്ടം? എന്താണ് അത്? നേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 7 ഞങ്ങൾ ആക്രമിച്ചു. എന്നിട്ട് ഞങ്ങൾ 1200 പേരെ കൊന്നില്ലേ? അതൊരു നേട്ടമല്ലേ? അതൊരു നേട്ടമാണ്. ഇസ്രായേൽ വരണ്ടില്ലേ? ഇസ്രായേലിന് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അത്, സംശയമൊന്നുമില്ല. പിന്നെ കുറെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ട്. അത് എന്താണ്? അതൊരു തരിപ്പല്ലേ? ഞങ്ങളത് നിസ്സാര കാര്യമാണോ? അത് നല്ലൊരു നേട്ടമാണ്. പിന്നെ കുറെ കുട്ടികളെ തലക്കടിച്ചു വന്നില്ലേ? കത്തിച്ചില്ലേ? കഴുത്തറത്തില്ലേ? വാഹനങ്ങൾ ബോംബിട്ട് തകർത്തില്ലേ? ഞങ്ങളത് അപ്സ്ട്രീം ഡൗൺ അപ്ലോഡ് ചെയ്തില്ലേ? അതൊക്കെ നേട്ടമാണ്. അതെല്ലാം സമ്മതിച്ചു. അത് കഴിഞ്ഞ ശേഷം അതാണ് യഥാർത്ഥ തരിപ്പ്. ആ ഒരു തരിപ്പിലാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. പിന്നെ അതിന് ശേഷം നടന്നതൊക്കെ അവന്മാർ ശരിക്കും ഒന്നും ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. അവന്മാർ ഓരോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെ എവിടെയൊക്കെ ബഹളം ഉണ്ടാക്കി, ചുറ്റും നടന്നില്ല ഇങ്ങനെ കുറയ്ക്കാന്ന് പറയില്ല. അങ്ങനെ ചെയ്ത് UN മുതൽ സ്കൂൾ കലോത്സവം വരെ ഞങ്ങൾ ബഹളം ഉണ്ടാക്കി. ഞങ്ങൾ ആളുകളെ കൊണ്ട് ബഹളം ഉണ്ടാക്കി, പൂങ്കണ്ണീരൊഴുക്കിച്ചു, വത്തക്ക മുറിച്ചു. അത് നേട്ടമാണ്. കാര്യം നിങ്ങൾ വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഒരു ഗോത്രീയത വെച്ചുകൊണ്ട്, നിങ്ങളുടെ ഒരു മതവെറി, കമ്മ്യൂണലിസ്റ്റിക് വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ലോകവീക്ഷണം കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നു. അത് നടന്നു. എന്താണ് നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ എന്താണ് നേട്ടം? ഇത് ലോകം ചർച്ച ചെയ്തു, അല്ലെ പത്രങ്ങളിൽ വന്നു, ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു എന്നുള്ളതുകൊണ്ട് ആ പ്രശ്നത്തില് എന്തിനാണോ ഈ പ്രശ്നം നടത്തിയത്, ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെങ്കിൽ ഓക്കെ, റൈറ്റ്. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി. ഇസ്രായേലിനെ ഇതിനകത്ത് ഒറ്റപ്പെടുത്തിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇസ്രായേലിന്റെ ഒരു 1948 മുതൽ ഇസ്രായേൽ ഈ ഒരു വിഷയത്തിൽ ഇസ്രായേൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ ഓരോ യുദ്ധത്തിന് ശേഷവും, നിങ്ങളെ ഓരോ ആക്രമണത്തിന് ശേഷവും ഇസ്രായേലിന്റെ നില മെച്ചപ്പെടുകയാണ് ഓൺ ഗ്രൗണ്ട്. പിന്നെ നീ പബ്ലിക്കായിട്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നത്, അവർ കുറച്ച് ജനങ്ങളെ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ രാജ്യങ്ങളുണ്ട്, നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് കൂടുതൽ നമ്പർ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഇതേ കണക്ക് ഈ പറയുന്ന വത്തക്കകളൊക്കെ ഇറക്കിക്കൊണ്ട്
മുറിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ കഴിയും. അത് ഒരു വലിയൊരു നേട്ടമല്ല, ഈ വിഷയത്തിൽ നേട്ടമല്ല. ഇസ്രായേലിൽ എന്തായാലും നിങ്ങൾ ഇത്രയും നാൾ ഇസ്രായേലിനെ ബഹിഷ്കരിച്ചു, ഇസ്രായേലിന്റെ സാധനങ്ങൾ ബഹിഷ്കരിച്ചു, ഇസ്രായേൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യുന്നു, ഇസ്രായേലിന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല, എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ എന്തൊക്കെയോ കാണിച്ചു. എന്നിട്ട് ഇസ്രായേല് ഇവിടം വരെ എത്തിയത് നിങ്ങളുടെ അനുഗ്രഹാശിസുകളാൽ അല്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ സ്നേഹാദരങ്ങളും അനുഗ്രഹാശിസുകളും ഏറ്റി വാങ്ങിയല്ലോ ജൂതൻ ഇവിടെ വരെ എത്തിയത്. ആണോ? നിങ്ങളുടെ നിങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ സഹോദര സ്നേഹത്തോടെ ആഞ്ഞു പുൽകിയാണോ ജൂതൻ ഇത്ര, അല്ലെങ്കിൽ ഇസ്രായേൽ ഇതുവരെ എത്തിയത്? അല്ല, നിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടാണ്, നിങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. നൂറ്റാണ്ടുകൾ ക്രിസ്ത്യാനിറ്റി ജൂതമതത്തെ വേട്ടയാടി, ക്രിസ്തുവിന്റെ ഘാതകരാണെന്ന് പറഞ്ഞ് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തു. പക്ഷെ കഴിഞ്ഞ 100 വർഷമായിട്ട് വില്ലൻ ഇൻ ചീഫ് ഇസ്ലാമാണ്. ഇതിനിടയ്ക്ക് ഒരു ടീം പറയുന്നത് തന്നെ കേട്ടു, അത് അന്നൊക്കെ ആരാ പീഡിപ്പിച്ചത്, അത് ഇന്നാരാണ്, അവരല്ലേ പീഡിപ്പിച്ചത്, അവരന്ന് ഇവരന്ന്. ഒരു കാലത്ത് ഉമ്മർ, വേറൊരു കാലത്ത് ജോസ് പ്രകാശ് എന്ന് പറയുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഡിഫറൻസ്. പടക്കം പൊട്ടിക്കുന്നു, അതൊരു മതമനസ്സാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ, എത്ര മോശമാണ്, അതുപോലെ അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതാണ് എന്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ദ്വിരാഷ്ട്രവാദം, അതൊക്കെ ഇപ്പൊ ആരെങ്കിലും പറയുന്നുണ്ട്. ഇന്നലത്തെ ചർച്ചയിൽ ദ്വിരാഷ്ട്രവാദം ആരെങ്കിലും പറഞ്ഞു, 2 state solution. ആരാ പറയുന്നത്? nobody is talking about, nobody is taking it seriously because it's not possible. It's increasingly difficult now. There is a 2 states. There is a 2 state solution. Not there are the 2 states. 3 states ഉണ്ട് ആക്ച്വലി. ഈ ഗാസ ഉള്ള അവസ്ഥയിൽ, അതായത് 2023 ഒക്ടോബർ 7 ഉണ്ടായിരുന്ന അവസ്ഥയിൽ ഗാസ ആദ്യം വീണ്ടെടുക്കട്ടെ. അതവിടെ ഇരുന്നതാണല്ലോ. അവിടെ ഇപ്പൊ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും ഭയങ്കര പോഷ് നഗരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആളുകൾ. അത് വീണ്ടെടുക്കട്ടെ, അത് ആദ്യം വീണ്ടെടുക്കും. അപ്പൊ ഉള്ളത് കയ്യിലിരുന്ന അത്രയും സാധനം വരട്ടെ. അതിന് എത്ര നാളെടുക്കും? 1 വർഷം, 10 വർഷം, 20 വർഷം? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കും. പിന്നെ വേറെ അടുത്തും ഉണ്ടായിരുന്നു, എന്തായിരുന്നു? വെസ്റ്റ് ബാങ്കിലായിരുന്നു പാലസ്തീനിയൻ സെറ്റിൽമെന്റ് കൂടുതലുള്ളത്. അവിടെ ഇസ്രായേൽ കുറെ അധികം ഇല്ലീഗൽ സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്, അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ട്രംപ് കണ്ണുരുട്ടിയിരുന്നില്ല എങ്കിൽ അവർ ജുഡായെയും സമരയും കൂടെ അനക്സ് ചെയ്താണ്, ഇസ്രായേലിന്റെ കൂടെ അനക്സ് ചെയ്ത് അവർ കെനസെറ്റിൽ പ്രമേയം അവതരിപ്പിച്ചാണ്. ഇനി ഇസ്രായേൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടും എന്നുള്ളതിന് വലിയ ഉറപ്പൊന്നുമില്ല. ഗോലാൻ ഹൈറ്റ്സ് എന്ന ഉദാഹരണം. ഗാസയിൽ നിന്ന് ജൂതന്മാരെ പിൻവലിച്ചതാണ് ഇസ്രായേൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമെന്ന് ഇസ്രായേലികൾ പറഞ്ഞ് പരസ്പരം പറയുന്ന ഒരു കാലം കൂടിയാണിത്. 2005 കാര്യമാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വരുന്ന ഒരു കുറേ വർഷങ്ങളിൽ യാതൊരു സാധ്യതയില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകും. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. നിങ്ങളുടെ രാഷ്ട്രവാദവും അല്ലാതെ ഈ പറഞ്ഞോണം ഒരു ദിവസം കയറി എല്ലാം കൂടെ ആളുകളെ കൊന്നുകൂട്ടിയും ബലാത്സംഗം ചെയ്തൊന്ന് മറിച്ചു കളയാം, ഇതൊന്നും യാതൊരുവിധ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള കാര്യമല്ല. ആരാണ് രാജ്യം വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്? എവിടെയാണ് ഈ രാജ്യം കിട്ടാൻ പോകുന്നത്? അമേരിക്ക ആണല്ലോ ചെയ്യേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് നെതന്യാഹുവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ലോകത്തോട് യുദ്ധം ചെയ്താണ് ഇസ്രായേൽ എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്, എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. ലോകം എന്ന് പറയുന്ന ബേസിക്കലി ഇത് തന്നെയാണ്. ഈ പറയുന്ന 19 രാജ്യങ്ങളും അവിടെ വരുന്ന ഈ മതഭക്ഷണം കഴിച്ച് വളരുന്ന മനുഷ്യരുണ്ടാക്കുന്ന ഒരു വയലൻസ്, അതിനെതിരെയാണ് ഇസ്രായേൽ ഇത്രയും നാൾ അതിജീവിച്ചിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സൈക്ലിക്കലായിട്ട്. എന്തായാലും ഇനി ഒരു ഒക്ടോബർ 7 വീണ്ടും ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ കാഷ്വാലിറ്റി ആരാണ്? ഹമാസിന്റെ കാര്യം പറയുന്നു. ഓക്കെ, ഹമാസിനെ നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ. എന്താ പറയാ, ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ പൊലിഞ്ഞു പോയ നക്ഷത്രങ്ങൾ ഹിസ്ബുള്ള, ഹമാസ് ഒരു കാര്യമില്ലാതെ ഹമാസ്
ഒരു കാര്യമില്ലെന്ന് പറയുന്നില്ല. മത അതാണ് മതമെന്ന് ഞാൻ പറയാൻ കാര്യം. ഹിസ്ബുള്ളക്ക് യഥാർത്ഥത്തിൽ അന്നേരം ഇസ്രായേലിനെ ആക്രമിക്കേണ്ട ഒരു കാര്യമില്ല. ആക്രമിച്ചത് അവിടെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ അതിന് സപ്പോർട്ട് എന്ന രീതിയിലാണ്. എന്താണ് ഹിസ്ബുള്ളയുടെ അവസ്ഥ എന്ന്? നിരായുധീകരണം നേരിടാണ്. ജപ്പനീസ് ഗവൺമെന്റ് ആണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടക്കുന്നില്ല. പക്ഷെ അതിനകത്ത് ആ ഹൂക്കിൽ കിടക്കുകയാണ് അവർ. ആ ഹൂക്കിൽ കിടക്കുകയാണ് ഹിസ്ബുള്ള. നിരായുധീകരണം. കാൻ യു ബിലീവ് ഇറ്റ്? ഹിസ്ബുള്ള ചെറിയ മീനല്ല. 1.5 ലക്ഷം സൈനികര്, ഹമാസിന്റെ 3 ഇരട്ടി ആയുധ ശേഖരം, റോക്കറ്റുകൾ, ക്രൂസ് മിസൈൽസ്, എല്ലാ സംഗതി ഉണ്ട്. എന്താ അവസ്ഥ? ഒന്നത്. 2, ഹൂത്തികൾക്ക് എന്താണ് സംഭവിച്ചത്? ഹൂത്തികളെ അവിടെ ഇവിടെ ഒരു ഡ്രോണോ 1-2 മിസൈലിന്റെ വാലോ ഒക്കെ എവിടെ എവിടെയൊക്കെ കൊണ്ടുവന്നിട്ടു. കിട്ടിയ അടി എന്തായിരുന്നു? ഇനി കിട്ടാൻ ഇടയുള്ള അടി എന്താണ്? ഇന്നലെയും ഹൂത്തികൾ 2 ഡ്രോൺസ് 2 മിസൈലോ വിട്ട് എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തു. ആ സന എന്ന് പറയുന്ന ആ പട്ടണം നിരത്തി, ആ തുറമുഖ പട്ടണം. ഇതാരാ ഇനി റീപേ ചെയ്യുമായിരിക്കും ഇനി ഹമാസ്? അതെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും യുദ്ധം ചെയ്തു, ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അതിന്റെ ചെക്കൊക്കെ എഴുതി കൊടുക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നൊന്ന് ഇറാൻ, സർവശക്തനായ ഇറാൻ. എവിടെ? ആളെ കാണാനും ഇല്ല, കേൾക്കാനും ഇല്ല. കെയ്റോയിൽ ചർച്ച നടത്തുന്നു, ഇറാന്റെ പൊടി പോലും ഇല്ല കണ്ടെത്താൻ. അന്ന് തീ തുപ്പിക്കൊണ്ടിരുന്ന IRGC ഓഫീസേഴ്സ് ഒക്കെ എവിടെ? ന്യൂക്ലിയർ സയന്റിസ്റ്റുകള്. ഈ 3 ഏറ്റവും വലിയ കാഷ്വാലിറ്റി ഇവർ 3 പേരുമാണ്: ഹിസ്ബുള്ള, ഹൂത്തി, ഇറാൻ. പിന്നെ അവർ 3 ഷിയ ഗ്രൂപ്പുകളായതുകൊണ്ട് ഇവിടെ ഈ വത്തക്കയിൽ വലിയൊരു വിഷയമായിട്ട് വരുന്നില്ല. അവർ 2ാം കിടയാണ്. അവർ ഇതിനകത്ത് 2ാം കിടയാണ്. വത്തക്കകൾ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ്. ഹമാസും ഹിസ്ബുള്ളയുടെ വന്നു കഴിഞ്ഞാൽ വത്തക്ക ടീമുകൾ ഹമാസിനെ വോട്ട് ചെയ്യുള്ളൂ. കാരണം ഹിസ്ബുള്ളക്ക് ഇവിടെ വോട്ട് കുറവാണ്, ഹമാസിനാണ് ഇവിടെ വോട്ട്. സിമ്പിൾ. ഇജാതി കുറെ